ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇതൊരു ട്രാവൽ വീഡിയോസ് ഒന്നും അല്ല കേട്ടോ. ഞാൻ ആ ട്രാവൽ വീഡിയോ ജസ്റ്റ് അങ്ങനെ ഒരു ഫണ്ണായിട്ട് ചെയ്ത് നോക്കിയതാണ്. എങ്ങനെയുണ്ടെന്ന് അറിയാം. മറ്റേ ചെയ്ത് 2 ദിവസം ഇന്നാണ് പോസ്റ്റ് ചെയ്തത്. എല്ലായിടത്തും കണ്ടു നോക്കും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യൂ. ഇന്ന് ഞാൻ ഒരു പ്രത്യേക വിഷയമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. എനിക്ക് എല്ലാവരും പറയണമെന്ന് തോന്നി. ഇതോട്ട് ഇതുപോലുള്ള വിഷയങ്ങളുമായി ഓരോ വീഡിയോ നിങ്ങൾ പ്രതീക്ഷിക്കാം. അതിനു മുമ്പ് ഒരു കാര്യം, നാട്ടിൽ ഇപ്പോൾ നല്ല മഴയും വെള്ളപ്പൊക്കമാണ്. ഇപ്പോൾ നാട്ടിലുള്ളവരെല്ലാവരും സേഫായിരിക്കുക, കഴിവതും പുറത്തൊന്നും ഇറങ്ങാതിരിക്കുക, വെള്ളക്കെട്ടിലൊന്നും ഇറങ്ങാതിരിക്കുക, പിന്നെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ദുബായിൽ, എസ്പെഷ്യലി UAE മൊത്തം ഉള്ളവർ ആരാണെങ്കിലും അവരുടേക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചൂട് 50 ഡിഗ്രിക്ക് മേലെയും പോയി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതുകൊണ്ട് കഴിവതും ഡയറക്റ്റുള്ള വെയിൽ കൊള്ളാതിരിക്കുക, നല്ല വെള്ളം കുടിക്കുക, ഡീഹൈഡ്രേഷൻ ആകാതെ നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന കാര്യം, മെയിൻ വിഷയം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നിങ്ങളിൽ പലരും അല്ല എന്നെ കാണുന്നതിൽ പലരും കേൾക്കാൻ ആഗ്രഹിച്ച അല്ല ആരെങ്കിലും പറഞ്ഞു തരാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. എസ്പെഷ്യലി ഒറ്റപ്പെടൽ. മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കുന്നില്ല, വേണ്ടത് സ്നേഹിക്കുന്നില്ല, പരിഗണിക്കുന്നില്ല എന്നൊക്കെ. എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു തോന്നൽ വരുന്നത്, ഇങ്ങനത്തെ ഒരു തോട്ട് നമ്മൾ വരുന്നതെന്ന് എനിക്കറിയാമോ? കൂടുതലും എനിക്ക് തോന്നുന്നത് ഒറ്റപ്പെട്ടിരിക്കുന്ന പ്രവാസികളും ഈ വീട് വിട്ട് നിൽക്കുന്നവരുമാണ് ഇങ്ങനത്തെ തോട്ടുകൾ കൂടുതലും അനുഭവിക്കുന്നത് വിചാരിക്കുന്നു. അതിൽ തന്നെ വളരെയധികം ആൾക്കാരുണ്ട്. ഇതിൻ്റെ മെയിൻ വിഷയം നമ്മൾ തന്നെയാണ്. വേണ്ടാത്ത ചിന്തകൾ ചിന്തിച്ച്, വേണ്ടാത്ത കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടി വെറുതെ ഡിപ്രഷനും ടെൻഷനും ആൻസൈറ്റിയും ഇല്ലാത്ത അസുഖങ്ങളൊക്കെ നമ്മൾ വരുത്തിക്കും. എന്തിനു വേണ്ടിയിട്ട്? അതിന് പറയുന്ന പേരാണ് ഒറ്റപ്പെടൽ. എന്താണ് ഈ ഒറ്റപ്പെടൽ? ഒറ്റപ്പെടൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കാരുമില്ല, നമ്മളെപ്പോഴും ഒറ്റക്കാണ്. അതായത് എല്ലാവരും ഉണ്ടായിട്ടും ഒറ്റക്കാവുന്നൊരു തോന്നൽ അല്ലേ? അത് തെറ്റാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അതൊരിക്കലും ഒറ്റപ്പെടലല്ല, ഒരു തരത്തിൽ വീർപ്പ് മുട്ടിക്കലാണ്. നമ്മളെ തന്നെ എന്നുവെച്ചാൽ നമ്മുടെ സന്തോഷം മറ്റുള്ളവരിലാണ് കാണുന്നത്. അതായത് നമ്മുടെ സന്തോഷം നമ്മൾ മറ്റുള്ളവരാണ് തേടുന്നത്. അതെന്ന് നിർത്തുന്നു, അന്ന് നിങ്ങൾ ഈ ഒറ്റപ്പെടലെന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടും. നിങ്ങൾക്ക് മനസ്സമാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. മറ്റുള്ളവരിൽ എന്ന് വെച്ചാൽ നമ്മളെ ബന്ധങ്ങളിൽ തന്നെ, അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുവിൽ, എന്തെങ്കിലും തന്നെ ആവട്ടെ, അതാണ് നമുക്ക് ഒറ്റപ്പെടലായിട്ട് അനുഭവപ്പെടുന്നത്. എന്ന് നമ്മുടെ സന്തോഷം മറ്റുള്ളവരിൽ തേടി നിർത്തുന്നോ അന്ന് നമ്മുടെ ഒട്ടുമിക്ക എല്ലാ പ്രശ്നങ്ങളും മാറും. ഞാൻ കുറച്ചുകൂടെ വിശദമായിട്ട് കാര്യം പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും എല്ലാവരും വ്യക്തി ബന്ധങ്ങളിൽ ഉള്ളവരാ. അതായത് അച്ഛൻ, അമ്മ, ചേട്ടൻ, വൈഫ്, ഭാര്യ, മക്കൾ, എല്ലാം അങ്ങനെ കുറേ ബന്ധങ്ങൾ. ആ ബന്ധങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾ, അപ്പോൾ അവർ നമ്മളൊന്ന് വിളിച്ചില്ലെങ്കിലോ ഒന്നും മിണ്ടിയില്ലെങ്കിലോ എന്തെങ്കിലും കാരണത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നാലോ നമുക്കപ്പോൾ സഹിക്കാൻ പറ്റില്ല. അപ്പം തന്നെ ഒറ്റപ്പെട്ടു, എനിക്ക് ആരുമില്ല, ആൻസൈറ്റി, ഡിപ്രഷൻ, സോറി റോഡിലാണ് സൗണ്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിക്കും. അതിന് കാരണം ആ വ്യക്തിയെ നമ്മൾ സ്നേഹിക്കുന്നത് കൊണ്ടാണല്ല, ആ വ്യക്തി നമുക്ക് തരുന്ന സന്തോഷം. അതായത് നമ്മൾ സ്നേഹിക്കുന്നത് ആ വ്യക്തിയല്ല എന്ന് പറഞ്ഞാൽ ആ വ്യക്തി നിങ്ങൾ ഇഷ്ടമല്ലെന്നല്ല കേട്ടോ, അതായത് തെറ്റിദ്ധരിക്കണ്ട, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്നത്. ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുന്നത്, ആ വ്യക്തി ഉള്ളപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടാവും, ഒരു മനസ്സമാനം ഉണ്ടാവും. അതിനെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത്, ഒരിക്കലും ആ വ്യക്തിയല്ല. അപ്പോൾ ആ വ്യക്തി പോകുമ്പോൾ അല്ലെങ്കിൽ ആ വ്യക്തി ഇല്ലാതാവുമ്പോൾ ആ സന്തോഷവും ഇല്ലാതാവും, അതും പോകും, അതും നിലയ്ക്കും അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ സന്തോഷം നിങ്ങൾ തേടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും മാറും. ഈ ലോകത്ത് എല്ലാത്തിനും മാറ്റമുണ്ട്. എന്നാൽ ജനിച്ചാൽ ഒരു നാൾ മരണം എന്ന് പറഞ്ഞ പോലെ ഒരു വസ്തുവും ഒരു വ്യക്തിയും ഒരു ബന്ധവും എപ്പോഴും എല്ലായ്പ്പോഴും ആരുടെയും കൂടെ കാണണമെന്നില്ല. അത് മാറിക്കൊണ്ടിരിക്കും. മാറ്റം മാത്രമാണ് മാറ്റമില്ലാതെ തുടരുന്നത്. ബാക്കി എല്ലാത്തിനും മാറ്റം ഉണ്ടാവും.
ആ ഒരു കോൺസെപ്റ്റിൽ നിങ്ങൾ വിശ്വസിക്കും. നിങ്ങളുടെ ഈ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയങ്ങളിൽ അത് ഒറ്റപ്പെടലായി കണക്കാക്കാതെ നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളെ കാണാൻ നിങ്ങൾ ശ്രമിക്കും. നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങി കിടക്കുന്ന കഴിവുകളെ, നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന വ്യക്തിയെ നിങ്ങൾ ഉണർത്തും. നിങ്ങളെ നിങ്ങൾ സ്നേഹിക്കാതെ മാത്രമേ മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കത്തുള്ളൂ. അല്ലെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങൾ തന്നെ റിഗ്രറ്റ് അടിക്കും. എന്തിന്? ഒരു ജീവിതമേ ഉള്ളൂ. അത് സന്തോഷത്തോടെ സമാധാനത്തോടെ ആരോഗ്യത്തോടെ ജീവിച്ചു തീർക്കാം. ഓക്കെ, അപ്പം എന്താ പറയുക വെച്ചാൽ നിങ്ങൾ കണ്ടെത്തൂ. മറ്റുള്ളവരുടെ കാര്യം നമുക്ക് നോക്കാം. പിന്നെ കൂടാതെ ഒരു വിഷയം കൂടെ, നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ, സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് അവരെ പിടിച്ചു വയ്ക്കരുത്. അതായത് പിടിച്ചു വയ്ക്കലല്ല, സ്വാതന്ത്ര്യം നൽകലാണ് സ്നേഹം. അവരെ വഴിക്ക് വിടൂ. നമുക്കുള്ളതാണെങ്കിൽ അത് നമുക്കുള്ളത് തന്നെ, ഇല്ലെങ്കിൽ അത് മറ്റാരുടെയോ. അതായത് നമുക്ക് വിധിക്കപ്പെട്ടതാണ് എങ്കിൽ ഈ ലോകത്തിൻ്റെ കോണിൽ എവിടെയാണെങ്കിലും അത് നമ്മുടെ കയ്യിൽ തന്നെ വരും. ഇനി അത് നമ്മുടെ അല്ല എങ്കിൽ അത് നമ്മൾ എത്ര പൊത്തിവെച്ചാലും അത് നമുക്ക് ലഭിക്കുകയില്ല. അപ്പോൾ അടുത്തൊരു നല്ല വിഷയമായി നാളെ കാണാം. അതുവരെയ്ക്കും ബൈ. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ മറ്റുള്ളവർക്ക് എത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ചിന്താവിഷയം ഇതാണ്. അപ്പോൾ നമുക്ക് നാളത്തെ ചിന്താവിഷയമായി കാണാം.